യൂണിവേഴ്സിറ്റി LGS എക്സാമിന് വേണ്ടിയിട്ടുള്ള ഡേ 3-ലെ 100 ക്വസ്റ്റ്യൻ പഠിക്കാം. ഡേ 1-ലും ഡേ 2-ലും കൂടി നമ്മൾ 200 ക്വസ്റ്റ്യൻ പഠിച്ചു അല്ലേ? കാണാത്തവർ തീർച്ചയായിട്ടും ആ വീഡിയോ കാണുക. ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ 1, 2 തന്നെയാണ് വായിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, വിവരാവകാശ നിയമം പാസാക്കാൻ കാരണമായ പ്രസ്ഥാനം. മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. വിവരാവകാശ നിയമം പാസാക്കാൻ കാരണമായ പ്രസ്ഥാനമാണ് മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. മസ്ദൂർ കിസാൻ ശക്തി സംഗതന് നേതൃത്വം നൽകിയത് അരുണ റോയാണ്. രണ്ടാമത്തെ ചോദ്യം, പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാൻ. പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ. മൂന്നാമത്തെ ചോദ്യം, സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ജ്യോതിറാവു ഫുലെ. നാലാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഭൂപ്രകൃതി വിഭാഗം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് മലനാട്. കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതിയുടെ 48% മലനാടാണ്. അഞ്ചാമത്തെ ചോദ്യം, കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം തെങ്ങ്. ആറാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക സമരത്തിന് നേതൃത്വം നൽകിയത്. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളി. ഏഴാമത്തെ ചോദ്യം, ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ ആത്മകഥ? മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ആത്മകഥയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. എട്ടാമത്തെ ചോദ്യം, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി നൽകിയത് ഏത് ദേശീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ്? ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി മുഴക്കിയത്. ഒമ്പതാമത്തെ ചോദ്യം, കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് ഗോൾജി കോംപ്ലക്സ്. കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് ഗോൾജി കോംപ്ലക്സ്. പത്താമത്തെ ചോദ്യം, മരുഭൂമിയിൽ മരീചിക എന്ന പ്രതിഭാസം ഉണ്ടാകുവാൻ കാരണം. പ്രകാശത്തിന്റെ അപവർത്തനം മൂലമാണ് മരുഭൂമിയിൽ മരീചിക എന്ന പ്രതിഭാസം ഉണ്ടാകുന്നത്. 11ാമത്തെ ചോദ്യം, 1/4 നൂറ്റാണ്ട് മുമ്പ് വറ്റിവരണ്ടുപോയ അട്ടപ്പാടിയിലെ ഏത് പുഴയാണ് ഒഴുക്ക് വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്? കൊടുങ്ങരംപള്ളം പുഴ. 1/4 നൂറ്റാണ്ട് മുമ്പ് വറ്റിവരണ്ടുപോയ അട്ടപ്പാടിയിലെ ഏത് പുഴയാണ് ഒഴുക്ക് വീണ്ടെടുത്തത്? കൊടങ്ങരംപള്ളം പുഴ. 12ാമത്തെ ചോദ്യം, മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി. 1976-ലെ 42ാം ഭരണഘടനാ ഭേദഗതി. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി 1976-ലെ 42ാം ഭരണഘടനാ ഭേദഗതി. 13ാമത്തെ ചോദ്യം, സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയ വർഷം. 1928 ഫെബ്രുവരി 3-ന്. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയത് 1928-ലാണ്. സൈമൺ കമ്മീഷന്റെ ചെയർമാൻ ജോൺ സൈമൺ. 14ാമത്തെ ചോദ്യം, ജീവമണ്ഡലത്തിന്റെ സംരക്ഷകർ എന്നറിയപ്പെടുന്നത്. ജീവമണ്ഡലത്തിന്റെ സംരക്ഷകർ എന്നറിയപ്പെടുന്നത് സസ്യങ്ങൾ. 15ാമത്തെ ചോദ്യം, ഡക്കാൻ പീഠഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കാണപ്പെടുന്ന മണ്ണ് കറുത്ത പരുത്തി മണ്ണ്. ഡക്കാൻ പീഠഭൂമിയുടെ ഭൂരിഭാഗ പ്രദേശങ്ങളിലും കാണപ്പെടുന്ന മണ്ണാണ് കറുത്ത പരുത്തി മണ്ണ്. 16ാമത്തെ ചോദ്യം, വ്യാപാരത്തിനായി ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യന്മാർ ഫ്രഞ്ചുകാർ. വ്യാപാരത്തിനായി ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യന്മാരാണ് ഫ്രഞ്ചുകാർ. 17ാമത്തെ ചോദ്യം, 1857-ലെ കലാപത്തിന്റെ ബുദ്ധികേന്ദ്രം എന്ന് വിശേഷിപ്പിക്കുന്നത് നാനാ സാഹിബിനെ. 1857-ലെ കലാപത്തിന്റെ ബുദ്ധികേന്ദ്രം എന്ന് വിശേഷിപ്പിക്കുന്ന ആരാണ്? നാനാ സാഹിബിനെ. 18ാമത്തെ ചോദ്യം, അന്തർസ്രാവി ഗ്രന്ഥിയായും ബഹിർസ്രാവി ഗ്രന്ഥിയായും പ്രവർത്തിക്കുന്ന ഗ്രന്ഥി പാൻക്രിയാസ് ഗ്രന്ഥി അഥവാ ആഗ്നേയ ഗ്രന്ഥി. അന്തർസ്രാവി ഗ്രന്ഥിയായും ബഹിർസ്രാവി ഗ്രന്ഥിയായും പ്രവർത്തിക്കുന്ന ഗ്രന്ഥി ഏതാണ്? പാൻക്രിയാസ് ഗ്രന്ഥി. ആഗ്നേയ ഗ്രന്ഥി എന്നും അറിയപ്പെടുന്നു. 19ാമത്തെ ചോദ്യം, ബ്രിട്ടീഷുകാർ വേലുത്തമ്പി ദളവയുടെ മൃതശരീരം കെട്ടിത്തൂക്കിയ സ്ഥലം കണ്ണമൂല. തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമൂലയിലാണ് മൃതശരീരം കെട്ടിത്തൂക്കിയത്. അദ്ദേഹം ആത്മഹത്യ ചെയ്ത ക്ഷേത്രം മണ്ണടി ക്ഷേത്രം. പത്തനംതിട്ട ജില്ലയിലെ മണ്ണടിയിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. 20ാമത്തെ ചോദ്യം, നീതി ആയോഗ് ഔദ്യോഗികമായി നിലവിൽ വന്നത്. നീതി ആയോഗ് ഔദ്യോഗികമായി നിലവിൽ വന്നത് 2015 ജനുവരി 1. 21ാമത്തെ ചോദ്യം, തെന്നി നീങ്ങുന്ന സന്ധികൾക്ക് ഉദാഹരണം കൈക്കുഴ കാൽക്കുഴ. തെന്നി നീങ്ങുന്ന സന്ധികൾക്ക് ഉദാഹരണമാണ് കൈക്കുഴയും കാൽക്കുഴയും. 22ാമത്തെ ചോദ്യം, ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത്. 1992 ജനുവരി 31-നാണ് ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത്. 23ാമത്തെ ചോദ്യം, ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനം ലാഹോർ സമ്മേളനം. 1929 ഡിസംബർ 31-നാണ്
ത്രിവർണ പതാക ആദ്യമായിട്ട് ഉയർത്തിയത്? 24ാമത്തെ ചോദ്യം, പൊതുനിരത്തുകളിൽ കൂടി താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചരിക്കാൻ അവകാശം നിഷേധിച്ചിരുന്ന സമ്പ്രദായത്തെ ചോദ്യം ചെയ്യാൻ അയ്യങ്കാളി സംഘടിപ്പിച്ച സമരം? വില്ലുവണ്ടി സമരം. 1893 വില്ലുവണ്ടി സമരം നടന്നത്. പൊതുനിരത്തുകളിൽ കൂടി താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചരിക്കാൻ അവകാശം നിഷേധിച്ചിരുന്ന സമ്പ്രദായത്തെ ചോദ്യം ചെയ്യാൻ അയ്യങ്കാളി സംഘടിപ്പിച്ച സമരമാണ് വില്ലുവണ്ടി സമരം. 1893 വില്ലുവണ്ടി സമരം നടന്നത്. 25ാമത്തെ ചോദ്യം, ദേശീയഗാനം ആലപിക്കാൻ വേണ്ട സമയം? 52 സെക്കൻഡ്. ഹ്രസ്വരൂപത്തിൽ ആലപിക്കാൻ വേണ്ട സമയം? 20 സെക്കൻഡ്. ദേശീയഗാനം ആലപിക്കാൻ 52 സെക്കൻഡാണ്. 26ാമത്തെ ചോദ്യം, മലമ്പനിക്ക് കാരണമായ പ്രോട്ടോസോവ? പ്ലാസ്മോഡിയം പ്രോട്ടോസോവ. മലമ്പനിക്ക് കാരണമായ പ്രോട്ടോസോവയാണ് പ്ലാസ്മോഡിയം. 27ാമത്തെ ചോദ്യം, കേരളത്തിൽ കോൾനിലങ്ങൾ കാണപ്പെടുന്ന ജില്ലകൾ? തൃശൂരും മലപ്പുറവും. കേരളത്തിൽ കോൾനിലങ്ങൾ കാണപ്പെടുന്ന ജില്ലകളാണ് തൃശൂരും മലപ്പുറവും. 28ാമത്തെ ചോദ്യം, കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം? 152. കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ്? 152 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് ഉള്ളത്. 29ാമത്തെ ചോദ്യം, കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി? കബനി. കേരളത്തിലൂടെ 56.6 കിലോമീറ്റർ ആണ് ഒഴുകുന്നത്. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി ഏതാണ്? കബനി നദിയാണ്. കബനി നദി കേരളത്തിലൂടെ ഒഴുകുന്നത് 56.6 കിലോമീറ്റർ. 30ാമത്തെ ചോദ്യം, ഇന്ദിരാഗാന്ധിയുടെ ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം എത്രാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 5ാം പഞ്ചവത്സര പദ്ധതി. ഇന്ദിരാഗാന്ധിയുടെ ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം എത്രാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 5ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചതും 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 31ാമത്തെ ചോദ്യം, ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ ശാഖകളുള്ള ബാങ്ക്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ ശാഖകളുള്ള ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. 32ാമത്തെ ചോദ്യം, 1 രൂപ ഒഴികെയുള്ള മറ്റെല്ലാ നോട്ടുകളിലും ഒപ്പിടുന്നത്? റിസർവ് ബാങ്ക് ഗവർണർ. 1 രൂപ നോട്ടുകളിൽ ഒപ്പിടുന്നത് കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയാണ്. 1 രൂപ ഒഴികെയുള്ള മറ്റെല്ലാ നോട്ടുകളിലും ഒപ്പിടുന്നത് RBI ഗവർണറാണ്. 1 രൂപ നോട്ടുകളിൽ ഒപ്പിടുന്നത് കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയാണ്. 33ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. 34ാമത്തെ ചോദ്യം, സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ നേതൃത്വം നൽകിയ പ്രധാന നേതാക്കൾ? CR ദാസും മോത്തിലാൽ നെഹ്റു. സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ നേതൃത്വം നൽകിയ പ്രധാന നേതാക്കളാണ് CR ദാസും മോത്തിലാൽ നെഹ്റുവും. 35ാമത്തെ ചോദ്യം, കോറമാൻഡൽ തീരം ഇന്ത്യയിലെ ഏത് തീരദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കിഴക്കൻ തീരമേഖല. കോറമാൻഡൽ തീരം ഇന്ത്യയിലെ ഏത് തീരദേശവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? കിഴക്കൻ തീരമേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 36ാമത്തെ ചോദ്യം, പശ്ചിമഘട്ടത്തിന്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കുന്നുകൾ അറിയപ്പെടുന്നത്? ഏലമല. പശ്ചിമഘട്ടത്തിന്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കുന്നുകളാണ് ഏലമല. 37ാമത്തെ ചോദ്യം, ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിയമിക്കപ്പെട്ട വർഷം? 1947 ഓഗസ്റ്റ് 29 ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിയമിച്ചത്. 38ാമത്തെ ചോദ്യം, ബലത്തിന്റെ യൂണിറ്റ്? ന്യൂട്ടൺ. ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. ഊർജം, താപം, പ്രവൃത്തി എന്നിവയുടെ യൂണിറ്റ്? ജൂള്. ഊർജം, താപം, പ്രവൃത്തി എന്നിവയുടെ യൂണിറ്റ് എന്താണ്? ജൂളാണ്. ആവൃത്തിയുടെ യൂണിറ്റ്? ഹെർട്സ്. ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ, ഊർജം, താപം, പ്രവൃത്തി എന്നിവയുടെ യൂണിറ്റ് ജൂള്, ആവൃത്തിയുടെ യൂണിറ്റ് ഹെർട്സ്. 40ാമത്തെ ചോദ്യം, ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര? ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര? ഹിമാദ്രി. 41ാമത്തെ ചോദ്യം, ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന ഭൗമാന്തരീക്ഷ ഭാഗം? സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന ഭൗമാന്തരീക്ഷ ഭാഗമാണ് സ്ട്രാറ്റോസ്ഫിയർ. 42ാമത്തെ ചോദ്യം, കായാന്തരിത ശിലകൾക്ക് ഉദാഹരണങ്ങൾ? നൈസ്, ഷിസ്റ്റ്, മാർബിൾ, സ്ലേറ്റ്, കോർട്ടസൈറ്റ്, ഷെയില്, രത്നങ്ങൾ, വജ്രം, മരതകം. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിൽ ചോദിക്കാവുന്നതാണ്. കായാന്തരിത ശിലകൾക്ക് ഉദാഹരണം ഏതാണ്?
നൈസ്, ഷിസ്റ്റ്, മാർബിള്, സ്ലേറ്റ്, കോർട്ടസൈറ്റ്, ഷെയില്, രത്നങ്ങൾ, വജ്രം, മരതകം ഇവയെല്ലാം കായാന്തരിത ശിലകൾക്ക് ഉദാഹരണങ്ങളാണ്. 43ാമത്തെ ചോദ്യം, സൂര്യനിൽ ഊർജോൽപാദനം നടക്കുന്ന പ്രക്രിയ ന്യൂക്ലിയർ ഫ്യൂഷൻ. സൂര്യനിൽ ഊർജോൽപാദനം നടക്കുന്ന പ്രക്രിയ ഏതാണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ. ന്യൂക്ലിയർ ഫ്യൂഷൻ കണ്ടെത്തിയത് ഹാൻസ് ബേത്ത് ആണ്. ന്യൂക്ലിയർ ഫ്യൂഷൻ കണ്ടെത്തിയത് ആരാണ്? ഹാൻസ് ബേത്ത്. 44ാമത്തെ ചോദ്യം, ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് മാഡം ഭിക്കാജി കാമ. ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് മാഡം ഭിക്കാജി കാമ. 45ാമത്തെ ചോദ്യം, സവർണജാതിക്കാരെയും അവർണജാതിക്കാരെയും ഉൾപ്പെടുത്തി ആദ്യമായി പന്തിഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് തൈക്കാടയ്യ. സവർണജാതിക്കാരെയും അവർണജാതിക്കാരെയും ഉൾപ്പെടുത്തി ആദ്യമായിട്ട് പന്തിഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? തൈക്കാടയ്യ. 46ാമത്തെ ചോദ്യം, തിരുവിതാംകൂറിൽ ആദ്യ സെൻസസ് ആരംഭിച്ച രാജാവ് സോതി തിരുനാള്. തിരുവിതാംകൂറിലെ ആദ്യ സെൻസസ് നടത്തിയത് ആരാണ്? സോതി തിരുനാളാണ്. ആദ്യത്തെ ക്രമീകൃത സെൻസസ് നടത്തിയത് ആയില്യം തിരുനാളാണ്. ആദ്യ സെൻസസ് നടത്തിയത് സോതി തിരുനാളും ക്രമീകൃത സെൻസസ് ആണെങ്കിൽ ആയില്യം തിരുനാളാണ്. 47ാമത്തെ ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AKG. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? AK ഗോപാലൻ. 48ാമത്തെ ചോദ്യം, അൽ ഇസ്ലാം എന്ന മാസിക ആരംഭിച്ചത് അബ്ദുൽ ഖാദർ മൗലവി. ഇത് മൂന്നും മാറിപ്പോകരുത് പഠിക്കുമ്പോൾ. അൽ ഇസ്ലാം എന്ന മാസിക ആരംഭിച്ചത് അബ്ദുൽ ഖാദർ മൗലവി. അൽ അമീൻ എന്ന പത്രം ആരംഭിച്ചത് മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബ്. അൽ ഹിലാൽ എന്ന പത്രം ആരംഭിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ്. ഒന്നുകൂടി പറയാം, അൽ ഇസ്ലാം എന്ന മാസികയാണെങ്കിൽ അബ്ദുൽ ഖാദർ മൗലവി, അൽ അമീൻ എന്ന പത്രമാണെങ്കിൽ മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബ്, അൽ ഹിലാൽ എന്ന പത്രമാണെങ്കിൽ മൗലാന അബ്ദുൽ കലാം ആസാദ്. 51ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് കുമളി ഗ്രാമപഞ്ചായത്താണ്. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് വളപട്ടണം ഗ്രാമപഞ്ചായത്ത് കണ്ണൂർ ജില്ലയിലാണ്. ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് കുമളിയും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് വളപട്ടണം. 52ാമത്തെ ചോദ്യം, അന്നജ പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്ന പദാർത്ഥം അയഡിൻ ലായനി. അന്നജ പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് അയഡിൻ ലായനി. അയഡിൻ ചേർക്കുമ്പോൾ അന്നജം കടും നീല നിറത്തിലാകുന്നു. അയഡിൻ ചേർക്കുമ്പോൾ അന്നജത്തിന്റെ നിറം എന്താണ്? കടും നീല. 53ാമത്തെ ചോദ്യം, ഏറ്റവും വലിയ ആർച്ച് ഡാം ഇടുക്കി ഡാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാം ഏതാണ്? ഇടുക്കി ഡാമാണ്. 54ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി ഫാം സ്ഥിതി ചെയ്യുന്നത് കഞ്ചിക്കോട്. കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി ഫാം എവിടെ സ്ഥിതി ചെയ്യുന്നത്? കഞ്ചിക്കോട്, പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വിൻഡ് ഫാമും കഞ്ചിക്കോടാണ്. ഏറ്റവും ആദ്യത്തെയും ഏറ്റവും വലിയ വിൻഡ് ഫാമും കഞ്ചിക്കോട്. 55ാമത്തെ ചോദ്യം, ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയ ഭരണാധികാരി. ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയ ഭരണാധികാരി വാറൻ ഹേസ്റ്റിങ്സ്. 56ാമത്തെ ചോദ്യം, 1857 കലാപത്തെ ദേശീയ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് വിശേഷിപ്പിച്ചത് ബെഞ്ചമിൻ ഡിസ്രേലി. 1857 കലാപത്തെ ദേശീയ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ബെഞ്ചമിൻ ഡിസ്രേലി. 57ാമത്തെ ചോദ്യം, ഗാന്ധിജി അധ്യക്ഷ പദവി അലങ്കരിച്ച കോൺഗ്രസ് സമ്മേളനം. ഗാന്ധിജി അധ്യക്ഷ പദവി അലങ്കരിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1924 ബെൽഗാം സമ്മേളനം. 58ാമത്തെ ചോദ്യം, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം ബംഗാള്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ബംഗാൾ. 59ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ പുകയില വിമുക്ത ഗ്രാമം ഗരീഫമെ, നാഗാലാൻഡിലാണ്. ഇന്ത്യയിലെ ആദ്യ പുകയില വിമുക്ത ഗ്രാമം ഏതാണ്? ഗരീഫെമ. 60ാമത്തെ ചോദ്യം, കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ. കേരളത്തിൽ കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ ഏതാണ്? തൃശ്ശൂരാണ്. കേരളത്തിൽ കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ ഏതാണ്? തൃശ്ശൂര്. 61ാമത്തെ ചോദ്യം, പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻജംഗ. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? കാഞ്ചൻജംഗ. 85-86 മീറ്റർ അല്ലേ? 8586 മീറ്റർ ആണ് ഉയരം. സിക്കിം ജില്ലയിലാണ് കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്നത്. 62ാമത്തെ ചോദ്യം, വർണ്ണാന്തത നിർണ്ണയിക്കാനുള്ള പരിശോധന ഇഷിഹാര ടെസ്റ്റ്.
വർണ്ണാന്തത നിർണ്ണയിക്കാനുള്ള പരിശോധന ഏതാണ്? ഇഷിഹാര. 63ാമത്തെ ചോദ്യം, ജലത്തിന് ഏറ്റവും കൂടിയ സാന്ദ്രത അനുഭവപ്പെടുന്ന താപനില 4 ഡിഗ്രി സെൽഷ്യസ്. ജലത്തിന് ഏറ്റവും കൂടിയ സാന്ദ്രത അനുഭവപ്പെടുന്ന താപനിലയാണ് 4 ഡിഗ്രി സെൽഷ്യസ്. 64ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ട മാനുവൽ കോട്ട 1503 നിർമ്മിച്ചത്. പള്ളിപ്പുറം കോട്ട, ആയക്കോട്ട, അഴീക്കോട്ട, വൈപ്പിൻ കോട്ട, കൊച്ചിൻ കോട്ട എന്നൊക്കെ അറിയപ്പെടുന്നതാണ് മാനുവൽ കോട്ട. 65ാമത്തെ ചോദ്യം, ചാലിയം കോട്ട തകർത്തത് കുഞ്ഞാലിമരയ്ക്കാർ മൂന്നാമൻ. ചാലിയം കോട്ട തകർത്തതാരാണ്? കുഞ്ഞാലിമരയ്ക്കാർ മൂന്നാമൻ. 66ാമത്തെ ചോദ്യം, പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം 1865 പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത്. 67ാമത്തെ ചോദ്യം, 1921 മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെതിരെ ശക്തമായി പോരാടിയ വനിത കമ്മത്ത് ചെന്നമ്മ. 1921 മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെതിരെ ശക്തമായി പോരാടിയ വനിതയാണ് കമ്മത്ത് ചിന്നമ്മ. 68ാമത്തെ ചോദ്യം, എന്റെ ബാല്യകാല സ്മരണകൾ ആരുടെ ആത്മകഥ? സി അച്യുതമേനോന്റെയാണ്. എന്റെ ബാല്യകാല സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? സി അച്യുതമേനോന്റെ ആത്മകഥയാണ് എന്റെ ബാല്യകാല സ്മരണകൾ. 69ാമത്തെ ചോദ്യം, കേരളത്തിലൂടെ കടന്നുപോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാത NH66 പനവേൽ മുതൽ കന്യാകുമാരി വരെയാണ്. കേരളത്തിലൂടെ കടന്നുപോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ്? NH66 പനവേൽ ടു കന്യാകുമാരി. 70ാമത്തെ ചോദ്യം, രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യുന്നതിനുള്ള ഭരണഘടനാ വകുപ്പ്. ടൈപ്പ് ചെയ്തതിൽ മിസ്റ്റേക്ക് ആണ്. രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യുന്നതിനുള്ള ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 61. രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യുന്നതിനുള്ള ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 61. 71ാമത്തെ ചോദ്യം, ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ബാക്ക്ലൈറ്റ്. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? ബാക്ക്ലൈറ്റ്. 72ാമത്തെ ചോദ്യം, ശകവർഷത്തെ ഇന്ത്യയുടെ ദേശീയ കലണ്ടറായി ഔദ്യോഗികമായി അംഗീകരിച്ച വർഷം 1957 മാർച്ച് 22. ശകവർഷത്തെ ഇന്ത്യയുടെ ദേശീയ കലണ്ടറായി ഔദ്യോഗികമായി അംഗീകരിച്ച വർഷം എപ്പോഴാണ്? 1957 മാർച്ച് 22. 73ാമത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുക്കപ്പെട്ടത് 1946 ഡിസംബർ 11 ഭരണഘടനാ നിർമ്മാണ സഭ സ്ഥിരം അധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്തത്. 74ാമത്തെ ചോദ്യം, 3F ഗ്രന്ഥി എന്നും 4F ഗ്രന്ഥി എന്നും അറിയപ്പെടുന്നത് അഡ്രീനൽ ഗ്രന്ഥിയാണ്. 3F ഗ്രന്ഥി എന്നും 4F ഗ്രന്ഥി എന്നും അറിയപ്പെടുന്നത് അഡ്രീനൽ ഗ്രന്ഥി. 75ാമത്തെ ചോദ്യം, ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17. ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17. 76ാമത്തെ ചോദ്യം, മാംസ്യത്തിന്റെ അഭാവം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ് മരാസ്മസും ക്യോഷിയോർക്കറും. മാംസ്യത്തിന്റെ അഭാവം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? മരാസ്മസ്, ക്യോഷിയോർക്കർ എന്നിവ. 77ാമത്തെ ചോദ്യം, ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രം ഗറില്ല യുദ്ധതന്ത്രം. 78ാമത്തെ ചോദ്യം, കുറിച്യ കലാപം അടിച്ചമർത്തപ്പെട്ടത് 1812 മെയ് 8 കുറിച്യ കലാപം അടിച്ചമർത്തപ്പെട്ടത്. നേതൃത്വം നൽകിയത് രാമൻ നമ്പി. 79ാമത്തെ ചോദ്യം, കേരള പുലയമഹാസഭ സ്ഥാപകൻ PK ചാത്തം മാസ്റ്റർ. 80ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഉപദ്വീപിന്റെ കൂടുതൽ പ്രദേശങ്ങളിലും കാണപ്പെട്ട സസ്യജാലം ഇലപൊഴിയും കാടുകളാണ്. ഇന്ത്യൻ ഉപദ്വീപിന്റെ കൂടുതൽ പ്രദേശങ്ങളിലും കാണപ്പെടുന്ന സസ്യജാലം ഏതാണ്? ഇലപൊഴിയും കാടുകൾ. 81ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ കാലാവസ്ഥ ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥ. ഇന്ത്യയുടെ കാലാവസ്ഥ ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ്. 82ാമത്തെ ചോദ്യം, മെഗാ നഗരങ്ങളായ ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നിവിടങ്ങളിൽ തമ്മിൽ ബന്ധിപ്പിക്കുന്ന 6 വരി പാത സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ. മെഗാ നഗരങ്ങളായ ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നീ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന 6 വരി പാതയാണ് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ. 83ാമത്തെ ചോദ്യം, ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരി. 84ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തി തുണിമിൽ സ്ഥാപിതമായത് ഫോർട്ട് ഗ്ലാസ്റ്റർ കൊൽക്കത്തയിലാണ്. 1818 കൊൽക്കത്തയിലാണ്
പോർട്ട് കാസ്റ്റലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തി തുണി മില്ല് സ്ഥാപിതമായത്? 85ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം? 2009. ഇന്ത്യയിലെ വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം? 2009. 86ാമത്തെ ചോദ്യം. പഴശ്ശി കലാപം അടിച്ചമർത്തിയ മലബാർ സബ് കളക്ടർ? TH ബേബർ. 87ാമത്തെ ചോദ്യം. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച ഉടമ്പടി? ശ്രീരംഗപട്ടണം ഉടമ്പടി. 88ാമത്തെ ചോദ്യം. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടുന്നത്? രാഷ്ട്രപതി. 89ാമത്തെ ചോദ്യം. ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണി? ഹരിതസസ്യങ്ങൾ. ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണികളാണ് ഹരിതസസ്യങ്ങൾ. 90ാമത്തെ ചോദ്യം. ഭക്ഷ്യശൃംഖലയിലെ അവസാന കണ്ണി? മാംസ്യഭോജികൾ. ഭക്ഷ്യശൃംഖലയിലെ അവസാന കണ്ണി ആരാണ്? മാംസഭോജികൾ. 91ാമത്തെ ചോദ്യം. ജൈവാംശം കൂടുതലുള്ള മണ്ണ് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന സംയുക്തം? ഹൈഡ്രജൻ പെറോക്സൈഡ്. ജൈവാംശം കൂടുതലുള്ള മണ്ണ് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന സംയുക്തം ഏതാണ്? ഹൈഡ്രജൻ പെറോക്സൈഡ്. 92ാമത്തെ ചോദ്യം. ദഹിച്ച ആഹാരം ശരീരം സ്വീകരിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത്? ആഗിരണം. 93ാമത്തെ ചോദ്യം. മനുഷ്യരിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം? 8. 94ാമത്തെ ചോദ്യം. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്? ശ്രീകാര്യം, തിരുവനന്തപുരം. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, തിരുവനന്തപുരം. 95ാമത്തെ ചോദ്യം. ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം? കാർബൺ ഡയോക്സൈഡ്. 96ാമത്തെ ചോദ്യം. അന്തരീക്ഷ നൈട്രജനെ നേരിട്ട് ആഗിരണം ചെയ്യാൻ കഴിയുന്ന ബാക്ടീരിയ? റൈസോബിയം. 97ാമത്തെ ചോദ്യം. ആറ്റത്തിലെ ചാർജില്ലാത്ത കണമായ ന്യൂട്രോൺ കണ്ടെത്തിയത്? ജെയിംസ് ചാഡ്വിക്ക്. 98ാമത്തെ ചോദ്യം. സൗരകേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ചത്? കോപ്പർനിക്കസ്. 99ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ദേശീയ വരുമാനത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന മേഖല? തൃതീയ മേഖല അഥവാ സേവന മേഖല എന്നറിയപ്പെടുന്നു. ഇന്ത്യയിൽ ദേശീയ വരുമാനത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന മേഖലയാണ് തൃതീയ മേഖല. 300ാമത്തെ ചോദ്യമാണ്. നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന പരിസ്ഥിതി സംഘടനയുടെ സ്ഥാപക? മേധ പട്കർ. നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന പരിസ്ഥിതി സംഘടനയുടെ സ്ഥാപകരാണ് മേധ പട്കർ. എല്ലാവർക്കും എൻ്റെ ക്ലാസ് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത 100 ക്വസ്റ്റ്യനുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. താങ്ക്